നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജെലാറ്റിൻ സ്റ്റിക്കുകൾ അതീവ സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ്. ജെലാറ്റിൻ സ്റ്റിക്കുകളുടെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റ് ഇതെല്ലാം രാജ്യത്ത് പല തവണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അധികൃതമായിട്ടല്ല, അനധികൃതമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ സേലം പോലെയുള്ള സ്ഥലത്ത് നിന്നും വ്യാപകമായി കേരളത്തിലേക്കും കർണാടകത്തിലേക്കുമൊക്കെ ജെലാറ്റിൻ സ്റ്റിക്കുകൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്നും ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുമുള്ള സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരു സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശന പാതയിൽ ജെലാറ്റിൻ സ്റ്റിക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജെലാറ്റിൻ സ്റ്റിക്കുകൾ മാത്രമായിരുന്നില്ല, വിദൂര നിയന്ത്രിതമായി സ്ഫോടനം നടത്താൻ ശേഷിക്കുന്ന അല്ലെങ്കിൽ വിദൂര നിയന്ത്രിതമായി സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന ചില ഇലക്ട്രിക് സർക്യൂട്ടുകളും മറ്റും ഈ ജെലാറ്റിൻ സ്റ്റിക്കുകളുടെ സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള പതിവ് പരിശോധനകൾക്കിടയിലാണ് ഈ ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ട് ഓഫ് ലിവിംഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനായി HAL വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കർണാടക പോലീസിന് ഒരു ഭീഷണി സന്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു. ആ ഭീഷണി സന്ദേശം എന്നത് HAL എയർപോർട്ടിലും അതുപോലെ തന്നെ പരിപാടി നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ വേദിയിലും ബോംബ് സ്ഫോടനം നടക്കുമെന്നായിരുന്നു ഭീഷണി. ഈ ഭീഷണിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഒരു യുവാവ് പിടിയിലായിട്ടുണ്ട്. ഇയാൾ നേരത്തെയും ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഭീഷണികൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നും ഇയാൾ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നും അന്നൊക്കെ ഇയാളെ വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഈ ഭീഷണി ഏറ്റവും ഒടുവിലായി വന്ന ഭീഷണിക്കൊടുവിലും ഇയാൾ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. പക്ഷേ ജെലാറ്റിൻ സ്റ്റിക്ക് കണ്ടെടുത്തതിനാൽ വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കർണാടക പോലീസിലെ 6 ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിനിടയിൽ സംഭവിച്ച ഗുരുതരമായ സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിക്കെതിരെ നടന്ന വധശ്രമമാണ് എന്ന വിലയിരുത്തലിലാണ് SPG ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ. ഈ സാഹചര്യത്തിലാണ് ജെലാറ്റിൻ സ്റ്റിക്കുകളുടെ മൂവ്മെന്റ് കേരളത്തിലും ശ്രദ്ധയാകർഷിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ജെലാറ്റിൻ സ്റ്റിക്കുകൾ അടങ്ങുന്ന സ്ഫോടക വസ്തുക്കൾ ഇടയ്ക്കിടെ പിടികൂടിയത്. ഈ കേസിൽ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് NIA സംസ്ഥാനത്ത് 3 ജില്ലകൾ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. ഈ റെയ്ഡുകളിൽ നിർണായകമായ വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ ഏജൻസിയായ NIA ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പിടിച്ചെടുത്ത സംഭവമുണ്ടായി. ഒരു ഹോളോബ്രിക്സ് കമ്പനിയിലേക്ക് പോയ ലോറിയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ലോറിയിൽ ഉണ്ടായിരുന്നതാകട്ടെ ഉള്ളിയാണ്. സവാള ചാക്കുകൾക്കിടയിലാണ് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വച്ചിരുന്നത്. എന്തിനാണ് ഹോളോബ്രിക്സ് കമ്പനിയിലേക്ക് സവാള ചാക്കുകൾ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ചില ഹോളോബ്രിക്സ് ഫാക്ടറികളും അതുപോലെ തന്നെ ക്വാറികളും കേന്ദ്രീകരിച്ച് ഇപ്പോൾ NIA അന്വേഷണം തുടരുകയാണ്. ഇവിടങ്ങളുടെ ആവശ്യത്തിന് എന്ന രീതിയിൽ കൊണ്ടുപോകുന്ന സ്ഫോടക വസ്തുക്കൾ ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ NIA അന്വേഷിച്ചു വരുന്നത്. തിരൂരങ്ങാടിയിൽ നിന്ന് ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ ഗുരുതരമായ സംഭവത്തിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ച കേസിൽ ലോറി ഉടമയുടെ അല്ലെങ്കിൽ ഈ ഹോളോബ്രിക്സിന്റെ ഉടമയും അതുപോലെ തന്നെ ലോറി ഉടമയുടെ 3ാം ഭാര്യയുടെ വീട് കേന്ദ്രീകരിച്ചും സ്ഫോടക വസ്തുക്കളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ റെയ്ഡ് എന്ന രൂപത്തിൽ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, കോഴിക്കോട് മുക്കത്തും ഇത്തരത്തിൽ ഇന്ന് പരിശോധനകൾ നടന്നു. എക്സലന്റ് ബ്രിക്സ് എന്നറിയപ്പെടുന്ന ഒരു ഹോളോബ്രിക്സ് ഫാക്ടറി, ഇതിന്റെ ഉടമയായ ഹാരിസ് എന്നിവർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടന്നത്. ഇത് റെയ്ഡിന് ആസ്പദമായ സംഭവം എന്നത് കൊണ്ടോട്ടിയിലാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടിയിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചിരുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നും ഹോളോബ്രിക്സ് കമ്പനിയിലേക്ക് എത്തിച്ചതാണ് എന്നാണ് സൂചന. എന്നാൽ ഈ സ്ഫോടക വസ്തുക്കളുടെ ആവശ്യം ഹോളോബ്രിക്സ് ഫാക്ടറിക്ക് എന്തിനാണ് എന്ന ഒരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കലിൽ ഒരു കരിങ്കൽ ക്വാറിക്ക് ഉടമയായ സജി
അദ്ദേഹത്തിനും ഇതുപോലെ ഈ ജെലാറ്റിൻ സ്റ്റിക്കുകൾ വന്നിരുന്നു. സജിയുടെ ലോറിയിൽ നിന്നും ഇത്തരത്തിൽ ജെലാറ്റിൻ സ്റ്റിക്കുകൾ വൻതോതിൽ പിടിച്ചെടുത്തിരുന്നു. ആ ക്വാറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ പ്രവർത്തിക്കാത്ത ക്വാറിയിലേക്ക് എന്തിനാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ NIA സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസുകൾ, ഈ കേസുകളിന്മേലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ഇതിനോടകം തന്നെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ NIAയുടെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടന്നത് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു വിഭാഗം ക്വാറികളും അതോടൊപ്പം തന്നെ ഹോളോ ബ്രിക്സ് ഫാക്ടറികളുമെല്ലാം NIAയുടെ നിരീക്ഷണത്തിലാണ്. ഈ നിരീക്ഷണം NIA വരും കാലങ്ങളിൽ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യം അടക്കമുള്ള സംസ്ഥാനമാണ് കേരളം. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേക സുരക്ഷാ സാഹചര്യമാണ് എന്ന് ഇപ്പോൾ തന്നെ ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ദില്ലിയിൽ നടന്ന സ്ഫോടനം, ആ സ്ഫോടനത്തിന് മുമ്പ് വൈറ്റ് കോളർ ഭീകര സംഘം പിടിയിലായത്, ഇതെല്ലാം രാജ്യത്ത് സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ തീവ്രവാദ എലമെന്റുകൾ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ജെലാറ്റിൻ സ്റ്റിക്കുകൾ അടക്കം കൈക്കലാക്കാൻ അല്ലെങ്കിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് രാജ്യത്ത് പലതരത്തിലുള്ള ബോംബാക്രമണങ്ങൾ നടത്താൻ ഏതെങ്കിലും ഭീകര സംഘങ്ങൾ പദ്ധതിയിടുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ NIAക്കുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് രാവിലെ NIA ഉദ്യോഗസ്ഥർ ഇരച്ചു കയറി ഒരു റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ആ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പിന്നാലെ പുറത്തു വരുമെന്നാണ് സൂചന. നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. 1-2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്.